സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണി. ഹരിശങ്കറിനെ കൊച്ചി കമ്മീഷണറായും കെ കാർത്തികിനെ തിരുവനന്തപുരം കമ്മീഷണറായും നിയമിച്ചു. ജി സ്പർജൻ കുമാറാണ് ദക്ഷിണ മേഖല ഐ ജി. പുട്ട വിമലാദിത്യ ഉൾപ്പെടെ 5 പേരെ ഐ ജി റാങ്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ചെറിയ മാറ്റങ്ങളല്ല, അത്യാവശ്യം വലിയ മാറ്റങ്ങൾ തന്നെയാണ് പോലീസ് തലപ്പത്തുണ്ടാകുന്നത്. വിശദാംശങ്ങൾ ശ്രീജിത്ത്. രജിത്ത്, പുതുവത്സരത്തിൽ കേരള പോലീസിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് DIG തലത്തിലും IG തലത്തിലും സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ ഒരുപക്ഷെ DIG തലത്തിലും IG തലത്തിലും ഒക്കെ ഒരേ സമയം തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ഈ മാറ്റം വന്നിരിക്കുന്നത്. അതായത് സുപ്രധാന പദവികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. 5 പേരെ IG മാരായി പുതുതായി നിയമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ IG പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അതിൽ നിശാന്തിനി IPS ഉണ്ട്, അതോടൊപ്പം തന്നെ രാഹുൽ R. നായർ ഉണ്ട്, സതീഷ് ബിനോയ് ഉണ്ട്, അജിത ബീഗം ഉണ്ട്, ഒപ്പം തന്നെ പുട്ട വിമലാദിത്യ ഉണ്ട്. ഇങ്ങനെ 5 പേരെ IG മാരായി ഉയർത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കമ്മീഷണർമാർക്ക് മാറ്റം വന്നിരിക്കുന്നു. കൊച്ചി കമ്മീഷണറായി ഹരിശങ്കർ വരുന്നു, തിരുവനന്തപുരം കമ്മീഷണറായി കെ കാർത്തിക് വരുന്നു. അങ്ങനെ സുപ്രധാനമായ മാറ്റങ്ങളാണ്. അതോടൊപ്പം തന്നെ DIG തലത്തിലുണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ജി സ്പർജൻ കുമാർ, അദ്ദേഹം ദക്ഷിണ മേഖല IG ആയി മാറുന്നു. ആ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. തോംസൺ ജോസ് ഇനി വിജിലൻസിന്റെ DIG ആയി വരും. ഒപ്പം തന്നെ അരുൾ R. B. കൃഷ്ണ തൃശൂർ റേഞ്ച് DIG ആകും. ജി ഹിമേന്ദ്രനാഥ് തിരുവനന്തപുരം റേഞ്ച് DIG ആകും. ശ്യാം സുന്ദർ IPS ആയിരിക്കും ഇനി ഇന്റലിജൻസിന്റെ IG ആയി വരാൻ പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ നിർണായകമായ മാറ്റമാണ്. ഒപ്പം തന്നെ അജിത ബീഗം ഇനി സാമ്പത്തിക വിഭാഗത്തിന്റെ IG ആയിരിക്കും. ഒപ്പം തന്നെ R. നിശാന്തിനി പോലീസ് ആസ്ഥാനത്തെ IG ആയും ചുമതലയേക്കും. ഈ IG മാർക്കാണ് സുപ്രധാനമായ ചുമതലകൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ DIG തലത്തിലും മാറ്റം വന്നിരിക്കുന്നു വേണം പറയാൻ. അത് മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്മീഷണർമാരായി തിരുവനന്തപുരത്തും കൊച്ചിയിലും പുതിയ 2 കമ്മീഷണർമാർ കൂടി വരുന്നു. ഹരിശങ്കറിനെ കൊച്ചി കമ്മീഷണറായും കെ കാർത്തികിനെ തിരുവനന്തപുരം കമ്മീഷണറായും നിയമിച്ചുകൊണ്ടാണ് പോലീസ് തലപ്പത്തെ ഏറ്റവും സുപ്രധാനമായ മാറ്റങ്ങൾ ഇനി വരും ദിവസം ഈ 2026 ഏറ്റവും നിർണായകമായ മാറ്റമായി പോലീസ് തലപ്പത്തുണ്ടാകുന്നത്. റീജിത്ത്. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നിർണായകമായ മാറ്റങ്ങളാണ്. ഹരിശങ്കർ കൊച്ചി കമ്മീഷണറാകാൻ പോകുന്നു, കെ കാർത്തിക് തിരുവനന്തപുരം കമ്മീഷണറായി ആകാൻ പോവുകയാണ്. അതുപോലെ ജി സ്പർജൻ കുമാർ ആയിരിക്കും ദക്ഷിണ മേഖല IG. പുട്ട വിമലാദിത്യ ഉൾപ്പെടെ 5 പേരെ IG റാങ്കിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ശ്രീജിത്ത്, ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണക്കൊള്ള കേസൊക്കെ വരുമ്പോൾ ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചില ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടാകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രതിപക്ഷം പ്രതിരോധിക്കുന്നു. അതുപോലെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനം ഉയർത്തുന്നു. അത് പ്രതിരോധിച്ച് നിൽക്കുന്നു സർക്കാർ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മാറ്റം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും അതിൽ ചില മാറ്റങ്ങൾ വളരെ നിർണായകമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോട് ചേർത്തുള്ള, അല്ലെങ്കിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്ത് വരുമ്പോൾ ഈ പോലീസ് ആസ്ഥാനത്ത് മാറ്റം വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.